ഹലോ ഗൈസ്, ഡി ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്റ്റീലെ ബ്രെയിൻ റോഡാണ് കളിക്കാൻ പോണത്. ഇത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ദേ ഗൈസ്, ഇത്ര സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നേരത്തെ ആ ക്യാപിച്ചിനോനെ അമ്മ തട്ടിക്കൊണ്ടുപോയി ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലോക്ക് ഇപ്പോൾ ഓപ്പൺ ആവും. നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്യാപിച്ചിനൊക്കെ മറ്റേ ക്യാപിച്ചിനോനെ കൊണ്ടുപോയി ഗൈസ് അവർ. നമ്മൾ വേറെ ക്യാപിച്ചിനോൻ്റെ അടുത്ത്. അപ്പുറത്തെ ബേസിലത്തെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ കാറ്റസ് മേന. ഇവൻ്റെ ഒന്നും പേരൊന്നും വായിൽ കിട്ടണില്ല. പെണ്ണ് കയറി എടുക്കാൻ നോക്കാം. എടുക്കെടുക്ക്. ഇതെന്താ? അയ്യോ, അവൻ നമ്മളെ സ്റ്റാച്ചു നോക്കി ഗൈസ്. എടാ എന്നെ തല്ലി പുറത്തേക്ക് ഇടന്നെ. ഓ ഭാഗ്യം, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയാ ഇറങ്ങാൻ പാടേണ്ട പാട്. നമ്മുടെ ഓപ്പൺ ആയിട്ടില്ല, സമയമുണ്ട് ഇനി. ഇതേ ഗൈസ്, ഇവിടെ മൊത്തം സ്ഥലം അങ്ങ് മാറിപ്പോയി. നമ്മുടെ സ്പേസിലാണ്. ഇപ്പുറത്ത് നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മുടെ ഈ മെയിൻ റോഡ്സ് വരുന്ന അവിടെ തന്നെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങ് അറ്റത്താണെങ്കിൽ പണി ആയേനെ. അവിടം വരെ കൊണ്ടുപോകണമല്ലോ. ഗൈസ്, റോബ്ലോക്സിൽ വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടെ ഗൈസ്. അത് കളിച്ചു നോക്കണേക്കും ഞാൻ. ഒന്നും വരുന്നില്ല ഗൈസ്. നല്ലത് അടിപൊളി സാധനം വന്നെങ്കിൽ അങ്ങ് എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ബേസിൽ കയറിയിട്ടെങ്കിലും അടിച്ചു മാറ്റായിരുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ബേസിന് എടുക്കുമ്പോൾ എന്താ സന്തോഷമാണ്. നമ്മുടെ ബേസിൽ നിന്ന് സാധനം പോകുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമാണത്. നമ്മൾ രണ്ട് സാധനങ്ങളാണ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെറുതെ ഇരിക്കട്ടെ. പോയി കാശ് കളക്ട് ചെയ്യാൻ ഗൈസ് നമുക്ക്. നല്ലത് കണ്ട ഗൈസ് ഗൈസ്, ഈ ടൈമില്ല മേളിൽ കുറച്ചാണ്. ആ ടൈം കഴിയുമ്പോൾ അടിപൊളി ലെജൻഡ് സാധനങ്ങൾ വരും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ. അപ്പുറത്തെ സമയം ആയിട്ടില്ല. അപ്പുറത്ത് ഇല്ല. ഇവനൊക്കെ വെറുതെ ഒന്ന് നമ്മളെ തല്ലുവാണ്. ഒന്നും മോഷ്ടിച്ചില്ലല്ലോ, കാണാൻ വന്നതല്ലേ. ഇതെന്താണ്? മറ്റേത് ക്രോക്കോഡിലോ ആണെന്ന് തോന്നുന്നത്. നമ്മൾ രണ്ടെണ്ണത്തിന് എടുത്തിട്ടുണ്ട്. 2 ക്രോക്കഡൈലിനെ വാട്ടർ മെനോലിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ. പൊളി വന്ന് എടുക്കെടുക്ക്. ആരും വരല്ലേ. ആരും വരാൻ മതിയെന്ന്. അടിച്ചോണ്ട് പോണ് പെണ്ണ്. ഓക്കെ. ഒരു ലെജൻഡിനെ കിട്ടി നമുക്ക്. കാറില് അല്ല, കാറിന്ന്. ഇവന് ഇറങ്ങടാ എൻ്റെ ബേസിനോടാ. അവൻ ബാക്ക് അടിച്ച് പോയി. ക്യാമൽ കാറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയത്. വളി ക്യാഷ് കളക്ട് ചെയ്യാൻ ഇനി വരാനായിട്ട് 4 മിനിറ്റിന്. ഇപ്പൊ 200 മില്യൺ ഉണ്ട് ഗൈസ്. നമുക്ക് ബേസൊക്കെ ഇനി അപ്ഗ്രേഡ് ചെയ്യണം. ആദ്യം തന്നെ നല്ല നമുക്കിനി ഈ സൈഡ് ഫുള്ളായിട്ടുണ്ട്. ഇവൻ്റെ സെല്ല് ചെയ്ത് കളയാം. ഓക്കെ, സമയമുണ്ട് ഇനി നമുക്ക് പുതിയത് വരാനായിട്ട്. ഇപ്പുറത്തൊന്ന് ഇല്ല, സമയമാണുള്ളൂ. മേളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല ഗൈസ്. അയ്യോ, ഇവനെ അറിയാതെ മേടിച്ചു അല്ലേ ഇവനെ. പക്ഷെ എൻ്റെ കൈ അവിടെ ഒന്ന് കൊണ്ടുപോയതാണ്. സ്ഥലം ഉണ്ടല്ലോ, ഇരിക്കട്ടെ. പിന്നെ കളയാം നമുക്ക്. ഓക്കെ, ലോക്കിടട്ടെ. ഇട്ട്
അപ്പുറത്ത് നല്ല സാധനങ്ങളുണ്ട് അപ്പുറത്ത് ഈ ബീച്ചിൽ. ഇവൻ്റെ മാതിരിയിലൊക്കെ ഗാജറ്റ്സ് ഉള്ള കാരണേ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ, അതാണ് പ്രശ്നം. ഇവിടെ കറങ്ങിക്കൊണ്ട് നിന്നിട്ടും കാര്യമൊന്നുമില്ല, സമയമാണേ ഉള്ളൂ ഇനി. നമ്മുടെ ലോക്ക് തുറക്കാറായില്ല, ആയിട്ടില്ല ഗൈസ്. ചെറിയൊരു ലാഗുണ്ട് ഗൈസ്, ക്ഷമിക്കണേട്ടാ ഗൈസ്. ഇപ്പുറത്ത് കയറാശേ അടച്ച് കയറിയിട്ടും കാര്യമില്ല, കുടുങ്ങി പോകത്തുള്ളൂ അവിടെ. പുതിയതെന്തോ വരാൻ പോണുണ്ട്. പിന്നെ സെല്ലിര 2.2 മില്യൺ കിട്ടും. അവന് മേടിച്ചത് എത്ര കയ്യിൽ മറന്നുപോയി. ലോക്ക് ഓപ്പൺ ആവും. കേറ് 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 കേറ്. ഇതെന്താകത്തെ ആയി ഭാഗ്യം. ഒന്ന് പെട്ടെന്ന് സമയമായെങ്കിലൊന്ന്. ഇവിടെ കിടന്ന് കറങ്ങ. യുവന്മാരൊക്കെ പിടിയൊക്കെ തല്ലിയാലങ്ങ് വേണ്ട. ഇനി യുവന്മാരെ അങ്ങ് ബേസിക് സാധനങ്ങളൊക്കെ എടുത്തോണ്ടങ്ങ് പോയി കളയും ഇതും പറഞ്ഞ്. ഒരുത്തനെ അറിയാതെ തല്ലിപ്പോയി ഗൈസിനെ. ഉഫം വന്നു തന്നെ തല്ല. ആ തല്ലുകൊണ്ടേക്കാം. ഇതെന്ത് അയ്യൂനെന്തോ ചെയ്തല്ലോ എന്നെ. തേനീച്ച കുത്തി. ഓക്കെ ഓക്കെ ഇതേ വരാറായി ഗൈസ്. നോക്കട്ടെ എന്തുട്ടാ വരാൻ പോണേന്ന് ഗൈസ്. യുവന്മാർക്കില്ലേ ഇതെന്താണ് കിട്ടോ നോക്കാം അടുത്ത്. ഇതാരോ കൊണ്ടുപോയി, അത് ആരോ കൊണ്ടുപോയി. കുഴപ്പമില്ല, വേറെ എന്തൊരു ലെജൻഡ് സാധനം വരാണ്ടല്ലോ, അത് എടുക്കാൻ നോക്കാം. അത് പോട്ടെ, കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. നമ്മൾ റിച്ച് കിഡാണ്, റിച്ച് കിഡ്. പെട്ടെന്ന് പോയിട്ട് ലോക്ക് ഓപ്പൺ ആകാറ്. അതിൻ്റെ ആറായിട്ടുണ്ട്, ലോക്ക് ഓപ്പൺ ആവും. ഇവിടുന്ന് പെട്ടെന്ന് പിടിച്ചോണ്ടങ്ങ് കൊണ്ടുവരണം. ഒന്നും വന്നില്ലല്ലോ. വന്ന് അയ്യടാ പോടാന്ന് എടാ യൊമ്മാരി. തരില്ല ഇതെൻ്റെയാണ്. വിട്ടോ എടാ ഇരയ്ക്ക് എൻ്റെ ബേസിക്ക് കണ്ടി. എടി യൊമ്മാരി എന്ത് പരിപാടിയാണ് കാണിക്കണം. പെട്ടെന്ന് പിടിക്കട്ടെ. അയ്യോ പോലെ ശേ എന്തുമാത്രം അവിടെ നിന്ന് അത് കിട്ടാനായിട്ട്. അത് പോയി. ഇനി അടുത്തത് വരാൻ വെയിറ്റ് ചെയ്യണമല്ലോ ഞാൻ. കറക്റ്റ് സമയത്ത് അവിടെ ലോക്ക് ഓപ്പണായി. ഇവിടെ എന്തോ സാധനത്തിനെ പിടിച്ചോണ്ട് പോയല്ലോ അവൻ. ഒരു ക്രോക്കഡൈലിനെ പിടിച്ചോണ്ട് പോയി. എന്തുമാത്രം സമയം കളഞ്ഞ അവിടെ നിന്ന്. ഇനി എങ്ങനെയെങ്കിലും അടുത്ത തന്നെ എടുക്കാൻ നോക്കാം. ആരേ പോണു കൊടുക്കതിന് വേണ്ടിയിട്ട്. ഇപ്പുറത്തെ സമയമായിട്ടുണ്ടോ കണ്ടിയന്മാര് ഇത് ചെയ്യുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇപ്പുറത്ത് നല്ല അടിപൊളി സാധനം തന്നെയാണ്. ഇപ്പുറത്ത് അടിപൊളി സാധനങ്ങൾ. ഇനി 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ അടുത്തത് വരെ. ഇനി ബേസ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മറ്റേ ഇവന് വേണം. എന്തൊട്ടാണ് ക്രാബ്, മറ്റേ ഷെഫ് പോലത്തെ ക്രാബില്ലേ, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കാം, ഇവിടെ കണ്ടായിരുന്നു. അതൊന്നും വന്നെങ്കിൽ അതിനെ മേടിച്ചിട്ട് നമുക്കന്ന് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. ഇതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് അവൻ്റെ കയ്യിൽ. ഇവിടെ ഇല്ല, ക്രാബില്ല ഇവിടെ ഇല്ല. ഇവന്മാര് വെറുതെ അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുക്കണം.
ലോക്ക് ഓപ്പൺ ആകാറായിട്ടില്ല, സമയമുണ്ട്. ഇവിടെ നിന്ന സമയം നിൽക്ക് ഗൈസ്. കണ്ട് 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 ക്രാബിനെ കണ്ട്. ദേ ഗൈസ്, ഈ ഗോൾഡ് ക്യാപ്പിച്ചോനോൻ്റെ അപ്പുറത്തേക്കണ ക്രാബ്, ഇവനെ നമുക്ക് വേണ്ടത്. അവനൊക്കെ ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ് നമുക്ക്. മുപ്പത് സെക്കൻഡ്സും കൂടെ ഉണ്ട് ഇനി ഓപ്പൺ ആകാൻ. ഇവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഒളിച്ചിരിക്കും അവന്മാർ. എന്നിട്ട് ട്രാപ്പ് ഇട്ട് അവന്മാർ ഉള്ളിൽ കയറും, നമ്മൾ പുറത്ത് ടെലിപ്പോർട്ട് ആയിട്ട് അവിടുത്തെ ട്രാപ്പിൽ പോയി കുടുങ്ങും. ഇതാണ് ഇവന്മാർ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടു പോണത്. ഓപ്പൺ ആകാറട്ടോ, ക്ലോസ് ചെയ്യട്ടെ ഒന്ന് പെട്ടെന്ന്. ക്ലോസായി. ആ ക്രാബിനെ വേണമല്ലോ എനിക്ക്, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്താ തിളങ്ങണ റെയിൻബോ? ഞാൻ അടിക്കാൻ പറ്റിയില്ല. അടിക്കെങ്കിൽ ഒന്ന് കയറി അടിക്കായിരുന്നു. ഇപ്പൊ തന്നെ അടുത്തത് വരുമെന്ന് തോന്നുന്നു ഗൈസ്. സമയം തീരാറായില്ല. നല്ല അടിപൊളി സാധനമായ അതേ ഗൈസ്. ഓഫ്, അവൻ ബാക്ക് അടിച്ച്. അവൻ്റെ കയ്യിൽ അടിപൊളി സാധനം ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാശൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. എന്നാലും അവന്മാരെ ക്യാപ്പിച്ചിനെ അടിച്ചുകൊണ്ട് പോയതേ ഭയങ്കര വിഷമം എനിക്ക്. ഇവനെടുക്കാം റൈനോ. ഇവനെ കൊണ്ടോട്. എടി ഉമ്മാര് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ ദേഷ്യം വരും. ഇനി അത് പോട്ടെ, വേറെ തന്നെ നോക്കാം നമുക്ക്. ഇപ്പൊ ഓപ്പൺ ആവൂലേ ഇത്? ബേസ് അപ്ഗ്രേഡ് ചെയ്യാലേ ഇത് ടൈം കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, വരും. നല്ല സാധനമായ മതി ഇത്. ഒന്നുമില്ലല്ലോ. അതിൻ്റെ പോലെയൊക്കെ ഞാൻ റൈനോ വന്നത്. അത് അത്രയ്ക്ക് ലെജൻഡ് അല്ലല്ലോ. തേകുമാരി ഇപ്പം അടി കൂടണ പോയി എടുക്കാൻ നോക്കാം. കേറില്ലേ? പൊളി കേറിയാ. ശേ, മറ്റേ ബേസ് ഇതിലിട്ടുണ്ടല്ലോ നമുക്ക് ബേസിലേക്ക്, ലോക്കായ ബേസിലേക്ക് കൊണ്ടിടാൻ പറ്റും, പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റും ഇത് വെച്ച്. ഓക്കെ. ഓപ്പൺ ആയിട്ടാണ് അവൻ കയറി കൂടി. നമ്മുടെ ബേസ് താങ്ക്സ്ടാ ലിഫ്റ്റ് തന്നതിന് ഇവിടം വരെ. എൻ്റെ ബേസ് വരെ ഓപ്പൺ ആയി കിട്ടില്ല. സമയമുണ്ട്, ക്യാഷ് കളക്ട് ചെയ്യാം. ടൈം ഒപ്പയാവും. ആദ്യം ക്ലോസിലിട്ട് പോകാം. അടുത്തത് വരെ ഇനി 3 മിനിറ്റ്. അതുവരെ എന്ത് ചെയ്യുന്നു ഗൈസ് നമ്മള്? വല്ലവന്മാരുടെ ബേസിക്ക്. ഇതെന്ത്? ഇതെന്താണ്? പൊളിയാണല്ല. ബാക്ക് അടിക്കാൻ മതിയായിരുന്നു. ബാക്ക് അടിച്ചില്ലെങ്കിൽ എടുക്കായിന്ന്. ബാക്ക് അടിച്ച് പൊളി താനോ അത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെയൊക്കെ. സാധനങ്ങൾ വേണമെന്നുള്ളൂ. ഇവൻ്റെ കയ്യിൽ എന്തോരം കാറ്റസ് ആണ് ഇരിക്കണത്. നമ്മുടെ ഓപ്പൺ ആയിട്ടില്ല, ഇനിയുണ്ട് സമയം. ഓക്കെ,
എനിക്ക് ഇതിന് ചിലത് മാത്രം കളക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. 1 മില്യനൊക്കെ ആകുമ്പോൾ ചില നേരത്ത് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ. ചിലത് മാത്രം കളക്ട് ചെയ്യാതെ അങ്ങ് പോയി കളയും ഞാൻ. ഇതേ പോണ്. പെട്ടെന്ന് ആരും കണ്ടിട്ടില്ല. പെട്ടെന്ന് പോയി എടുക്കാം. വാ പോളി പോടാ എടുക്ക്. ഇതിനൊക്കെ തല്ല് ഓടിച്ചിട്ട് പോത്തൂല. ഓക്കെ, വിട്ടോ. എൻ്റെ സാധനം അടിച്ചോണ്ട് പന്നികള്. പോയില്ല അത്. അയ്യോ, ഇതേ പോണ്. മറ്റവനെ എടുത്തോണ്ട് പോയത് പോയി. ഇതിൻ്റെ എങ്ങനെയും കയറ്റാൻ നോക്കട്ടെ. ചേട്ടാ തമ്മിലടിച്ച് ചാവുന്നു തോന്നുന്നു ഇതിനു വേണ്ടി. അയ്യോ, കേറല്ലേട്ടാ. എവിടെയും പോയി കയറ. സ്റ്റാച്ചു ആക്കില്ല നമ്മളെ. അവൻ്റെ പൈസ. അയ്യോ കൊണ്ടോ. കേരള പൊളിക്ക്. കയറ്. പോയി. അടുത്തോണ്ടോ നോക്കാം. കയറ്. ഓക്കെ. ലോക്ക് ചെയ്ത് ഗൈസ്. ഷടാ എടേ പിടിച്ചല്ലേ നമ്മളെ. ഇതെന്നിട്ട് കണ്ട ഗൈസ്, ഇവന് നമുക്ക് ഇത് വെച്ച് വലിച്ച് പുറത്താക്കാൻ പറ്റും. ഇങ്ങനെയുള്ള നല്ലവന്മാരുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടായിരുന്നു പുറത്തേക്ക്. ചിലവന്മാർ പുറത്താക്കത്തേ ഇല്ല, ഉള്ളിൽ തന്നെ നിർത്തും. ഇപ്പം ആ ട്രാപ്പിൽ കേടേനെ. ആ നീലയാണ് എൻ്റെ സാധനം എടുത്തോണ്ട് കണ്ട ഒട്ടകത്തിനെ കൊണ്ടുപോയത്. അവന്മാര് കാറിലുള്ള ഒട്ടകം. അത് വെറുതെ വിടൂലേ. ടൈം 6 അത് കാരണമാണ് വിട്ടത് അവനെ. അവൻ്റെ ബേസ് ഏതാന്ന് പോയി തപ്പണം. അത് താറാവ് പൊളി. താറാവ് നമുക്ക് വേണം. എപ്പോഴും യമ്മാര് പെട്ടെന്ന് പോയി ലോക്ക് ചെയ്യാ, ഇല്ലെങ്കിൽ ഉള്ളതും പോവും. ആ താറാവിനെ പിടിക്കാൻ നോക്കാം എങ്ങനെയെങ്കിലും. ഓക്കെ പൊളി. ഇവൻ്റെയൊക്കെ മറ്റേ കത്തി കണ്ട, അതൊക്കെ ഒരു അടിയൊക്കെ തെറിച്ചങ്ങ് പോവും. ഓക്കെ, ഇത് ഞാൻ എടുക്കും എങ്ങനെയെങ്കിലും. എനിക്ക് വേണം ഇത്. എൻ്റെയൊക്കെ പോയി. പോടാ. ഇവനെയൊക്കെ കൊണ്ട് എനിക്കൊക്കെ വേറെ പോയി എടുക്കാൻ പാടില്ലടാ. കണ്ട ഒരു കൈ വെച്ചങ്ങ് അടിക്കും. അപ്പം ഞാൻ തെറിച്ചങ്ങ് പോവും. പോടാ. തരുത്തില്ലടാ ഞാൻ. എൻ്റെ കുറേ കാശുണ്ട്. നിന്നെ കടിച്ച് തിറപ്പിക്കൂടാ ഞാൻ. താറാവ് എനിക്ക് വേണം. നീ ഒന്ന് വിടറാ എന്നെ. ഞാൻ ഇന്നെ കൊണ്ടോട്ടെ. പോ. 86 മില്യനായി ഗൈസ്. നമ്മൾ ദൂരേക്ക് പോയി. എടുക്ക്. ഇവൻ്റെ പരട്ട കൈ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഗൈസ്. അത് കയറി. വിഷമായി ഗൈസ് എനിക്ക്. നമ്മുടെ ലോക്ക് തുറക്കാറായെന്ന് ഒന്ന് തുറന്ന് ഗൈസ്. ആരെയും ഇവ ചാത്തോളാം നീ. ഗൈസ്, ഈ വീഡിയോ ഇവിടം വരെയുള്ള ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത റോബ്ലോക്സ് വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.